അപ്പം നമ്മളിന്ന് കാറ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നമുക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയും. നമ്മൾ വണ്ടി മാറിക്കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ വീതി എത്ര ഉണ്ട് എന്നുള്ളത് ചില ആളുകൾക്ക് അറിയില്ല. അപ്പോൾ അതെന്താ വെച്ചാൽ പിന്നെ വണ്ടി മാറുമ്പോൾ വീൽ ബേസ് അറിയാൻ കഴിയില്ല. എത്ര നമ്മൾ സൈഡാക്കി പിടിച്ചാലും വണ്ടി സെൻറ്ററിലാണ് നിൽക്കുക. അപ്പോൾ ഇതിന് ട്രിക്ക് ഉണ്ട്. അതായത് ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പകുതി നമ്മൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഭാഗം മാത്രമേ പിന്നെ വീൽ ബേസ് വരിക. അതായത് ഒരു വാഹനത്തിൻ്റെ പകുതിയിലേക്കാരം വീല് നിൽക്കുക ഡ്രൈവർ സീറ്റിലിരിക്കുമ്പോൾ. അത് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വാഹനത്തിന് 2 സൈഡിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഒന്ന് റൈറ്റ് സൈഡിൽ വീൽ ബേസ്, രണ്ടാമത് ലെഫ്റ്റ് സൈഡിലുള്ളത് ഗ്ലാസിൻ്റെ സെൻറ്ററിലാണ് ഈ സ്റ്റിക്കർ വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ ഈ സെൻറ്ററിൽ മാത്രമാണ് പിന്നെ വീല് നോക്കേണ്ടുള്ളൂ. നിങ്ങൾക്ക് ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഈ വണ്ടി നമ്മൾ ഈ സൈഡിലുള്ള ട്രാക്ക് ഇട്ടിട്ടുണ്ട്. ആ ട്രാക്കിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഈ വര കറക്റ്റായി കാരണം സെൻറ്റർ പിടിച്ചിട്ട് നിർത്തിയിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കട്ട ഉണ്ടല്ലോ ഈ പിന്നെ ലൈനിൽ. അപ്പോൾ ആ കട്ടയിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വണ്ടിൻ്റെ സെൻറ്റർ ഭാഗം മാത്രമേ അവിടെ എത്തുള്ളൂ. അതിൽ വീല് കറക്റ്റായിരിക്കും. ചില ആളുകൾക്ക് അറിയില്ല. അപ്പോൾ അറിയാത്തവർ കുറച്ച് പിന്നെ പുതിയ ഡ്രൈവർമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടിൻ്റെ വീതിയും പിന്നെ വീൽ ബേസും അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ നടുക്കൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സീനിലെ വര കാണാൻ ഞാൻ അവിടെ നിർത്തിയാലും മതി. അത് അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നാണ്. അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വരക്ക് കണക്കാക്കിയിട്ട് വണ്ടി സൈഡാക്കാൻ പോവാണ്. ഈ എഡ്ജിൻ്റെ അവിടെ തന്നെ നിർത്തിക്കോ. കണ്ടോ, എഡ്ജിന് കറക്റ്റായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമ്മൾ പുറത്തിറങ്ങിയിട്ടൊന്ന് നോക്കട്ടോ. അപ്പുറത്തെ കുറിച്ചോ. അപ്പോൾ ഇതാണ് നമ്മളെ അളവ്. ഇത് ചില കല്ല് റോട്ടിലൊക്കെ കല്ലുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാനൊക്കെ സഹായിക്കും ഇങ്ങനെ ആകുമ്പോൾ. പോട്ടെ. അപ്പോൾ ഇതുപോലെ ഏത് ഇനിയിപ്പോൾ വലിയ ബസ്സാണെങ്കിലും ലോറി ആണെങ്കിലും സെൻറ്റർ ആ വാഹനത്തിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഡ്രൈവർ സീറ്റിൽ ഡ്രൈവർ ഇരുന്ന് കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ സെൻറ്ററിലായിട്ടാണ് അതിൻ്റെ വീല് വരിക. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് പിന്നെ സൈഡാക്കിയിട്ട് നിർത്താൻ കഴിയും. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. പിന്നെ കറക്റ്റ് ഇതേപോലെ വീൽ ബേസ് കറക്റ്റ് നോക്കണം. അപ്പോൾ ഒന്നും കൂടി കാണിക്കാം. ഓക്കെ, ഇനി കൊടുക്കാണ്ട് അവിടെ കട്ടെ. ആ കട്ടങ്ങനെ മാറി. അടക്കട്ടെ. ഇപ്പോഴും കറക്റ്റ് റോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കണ്ടോ. ഇത് കുറച്ച് ഓവറായിട്ടുണ്ട്. അത് ഉള്ളിൽ നിന്ന് അതിന് കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അല്ലേ ഉണ്ടോ, കുറച്ച് പുറത്തോട്ട് നിൽക്കണ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചില ആളുകൾ പിന്നെ വണ്ടി കയറ്റത്തിൽ നിർത്തി കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചിട്ട് പിന്നെ ക്ലച്ച് കുറച്ച് പൊക്കിയിട്ടൊക്കെയാണ് വണ്ടി കയറ്റുന്ന എടുക്കൽ. ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പിന്നെ ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് പിന്നെ വണ്ടി നിന്നു ഒരു കയറ്റത്തിൽ മുന്നിലൊക്കെ വണ്ടി ഉണ്ട്, ബാക്കിൽ വണ്ടി ഉണ്ട്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വണ്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ്
ഗിയർ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ചുമെന്ന് പതുക്കെ കാല് കുറച്ച് പൊക്കി കൊടുക്കണം. കുറച്ച് കാലൊരു ഹാഫ് ക്ലച്ച് പൊന്തിച്ചു കൊടുക്കണം. ഒന്നും കൂടി കുറച്ച് മതി. ഈ ബ്രേക്കും വന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ ഇറങ്ങുന്നില്ല. ഇപ്പോൾ വണ്ടി ജർക്കിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പോകും. ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന്